ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ക്രിസ്മസ് എക്സാമിങ് എത്തിക്കഴിഞ്ഞു. എല്ലാവരും സൈലത്തിന്റെ സ്റ്റഡി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതും ഗംഭീരമായി തന്നെ പഠിച്ചു തുടങ്ങി എന്ന കാര്യവും എനിക്ക് ഉറപ്പാണ് മക്കളെ. ഇനി നിങ്ങളിൽ മെജോറിറ്റി കുട്ടികളെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫോർമുലാസും. സോ അതിന്റെ സൊല്യൂഷനുമായിട്ടാണ് അണ്ണൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത് അഭിനന്ദന എന്ന് പറയുന്ന ഒരു കൊച്ച് ഇന്നലെ എനിക്ക് അയച്ചൊരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ. സോ ആ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ചിത്രം, ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിന്റെ ഫോട്ടോ ആണ്. ആ കുട്ടി നോട്ട് എഴുതിയതിന്റെ ഫസ്റ്റ് പേജിന്റെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് കാണുന്നത്. സോ അതിന് താഴെയുള്ള ആദ്യത്തെ മെസ്സേജ് എന്താണ് മക്കളെ? ഫോർമുലാസ് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല, എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ? ഇതെല്ലാം മനസ്സിനകത്ത് ഓർമ്മ നിൽക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ? എങ്ങനെ ഇക്വേഷൻസ് ഒക്കെ എനിക്ക് കൃത്യമായി തന്നെ തലയ്ക്കകത്ത് നിർത്താൻ വേണ്ടി സാധിക്കും? സോ ഇത് ആ കുട്ടിയുടെ മാത്രം പ്രശ്നമായിരിക്കില്ല, ഇതേ പ്രശ്നമുള്ള നിരവധി മക്കളായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക, ശരിയല്ലേ? സോ ഇതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട ഫോർമുലാസും നിങ്ങൾ കൃത്യമായി ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതണം. നോട്ട്ബുക്കിനകത്ത് മാത്രം എഴുതിയാൽ പോരാ, അത് കൃത്യമായിട്ട് ഒരു A4 ഷീറ്റിനകത്ത് നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം. എന്നിട്ട് ആ A4 ഷീറ്റ് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഫോർമുലാസ് ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അതിനു മുകളിൽ കൃത്യമായി തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതായത് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് വേണം പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ. സോ അങ്ങനെ ഡെയിലി നിങ്ങൾ ഇത് ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് ഈ ഫോർമുല താനേ വരും. കാരണം മക്കളെ, ഇത് എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആകെ 4 ചാപ്റ്റേഴ്സേ പഠിച്ചിട്ടുള്ളൂ. അതിലാണ് ഇത്രയും വലിയ ഫോർമുലാസിന്റെ പ്രശ്നം നിങ്ങൾ നേരിടുന്നത്. ഇനി ഒരു ചാപ്റ്റർ കൂടി, ഫോർമുലാസ് അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. സോ അവിടെയും കൂടുതൽ കൺഫ്യൂഷൻസിലോട്ടാണ് നിങ്ങൾ കയറി ചെല്ലാൻ പോകുന്നത്. സോ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ഫോർമുലാസും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് മുകളിൽ നിങ്ങൾ എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്ത് കൃത്യമായി തന്നെ പഠിക്കുക. എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. ഓക്കെ മക്കളെ, സോ ഈ പ്രശ്നങ്ങൾ ഇനി ആരും പറയരുത്. അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് പ്രധാനമായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചതിൽ ഫോർമുലാസ് ഉണ്ടായിരുന്നു. സോ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കവർ ചെയ്താണ്. അതിന്റെ ഫോർമുല ഷീറ്റും എല്ലാം നിങ്ങൾക്ക് നൽകിയതാണ്. ഇനി ഈ വീഡിയോയ്ക്കകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത് 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഫോർമുലാസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. സോ ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പല കുട്ടികളുടെയും സംശയം, സാർ ഈ ചാപ്റ്ററിൽ ഫോർമുലാസ് ഒക്കെ ഉണ്ടോ, ഈ ചാപ്റ്ററിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ എന്നൊക്കെ ആയിരിക്കും മക്കളെ. ഈ ചാപ്റ്ററിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. അതിൽ നിന്ന് ഉറപ്പായും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഉറപ്പായും അത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. സോ ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ഫോർമുലാസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമുല തന്നെയാണ്. VS/VP ഈക്വൽ ടു എന്താണ് മക്കളെ? NS ഡിവൈഡഡ് ബൈ NP. ഇത് നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. ഇതിന്റെ കൂടെ തന്നെ കറണ്ട് കൂടി റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ദാറ്റ് ഈസ് IP ഡിവൈഡഡ് ബൈ IS. സോ ഏത് പാരാമീറ്റേഴ്സ് തന്നാലും കണ്ടുപിടിക്കേണ്ട പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഇവിൽ 2 പെയേഴ്സ് എടുത്ത് നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. അഥവാ നിങ്ങൾക്ക് ഇപ്പൊ നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ വോൾട്ടേജുമാണ് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പെയർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. നമ്പർ ഓഫ് ടേൺസും കറണ്ടുമാണെങ്കിൽ ഈ ഒരു പെയർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. സപ്പോസ് വോൾട്ടേജും കറണ്ടുമാണെങ്കിൽ ഈ ഒരു പെയർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ അതിനനുസരിച്ച് മാറ്റി നിങ്ങൾ ഇക്വേഷൻസ് യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആണ്. VP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ്. NS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്. NP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ള ചുറ്റുകളുടെ എണ്ണമാണ്. IP എന്ന് പറഞ്ഞു വെച്ചാൽ പ്രൈമറിയിലുള്ള കറണ്ട് ആണ്. IS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലുള്ള കറണ്ട് ആണ്. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് വേണം. പിന്നെ ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ പവർ ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാനൊരു സേഫ് സൈഡിൽ പറഞ്ഞു തരുവാണ്. ശ്രദ്ധിക്കണം മക്കളെ. പവറിന്റെ ഫോർമുല എന്താണ്? പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്, ശരിയല്ലേ? പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് ഫോർമുല എന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ ഞാൻ ആദ്യം ഔട്ട്പുട്ട് പവറിന്റെ ഫോർമുല എന്തായിരിക്കും? ഒരു ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവറിന്റെ ഫോർമുല എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ട്രാൻസ്ഫോമറിൽ ഏത് കോയിലിലാണ് ഔട്ട്പുട്ട് ലഭിക്കുക?
ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സെക്കൻഡറി കോയിലിലാണ് ഔട്ട്പുട്ട് ലഭിക്കുക. സോ ഔട്ട്പുട്ട് പവറിന്റെ ഫോർമുല എന്തായിരിക്കും? പവറിന്റെ ഫോർമുല വോൾട്ടേജ് ഇൻടു കറണ്ട് ആണ്. സോ ഔട്ട്പുട്ട് പവറിന്റെ ഫോർമുല എന്തായിരിക്കും? യെസ്, സെക്കൻഡറി വോൾട്ടേജ്, സംശയം വേണ്ട. അതുപോലെ തന്നെ സെക്കൻഡറിയിലുള്ള കറണ്ട്. സോ ഔട്ട്പുട്ട് പവർ ഈക്വൽ ടു VSIS ആണ് ഫോർമുല എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കണം. അടുത്തത് ഇൻപുട്ട് പവറിന്റെ ഫോർമുല എന്തായിരിക്കും? ഇൻപുട്ട് പവർ, ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രൈമറിയിലാണ്. സോ എങ്ങനെ ഇക്വേഷൻ മാറും? VP/IP ആയിട്ട് നമ്മുടെ ഇക്വേഷൻ മാറും. ക്ലിയർ അല്ലെ? ഇതുകൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. അധികം ചോദ്യങ്ങൾ ഈ പവർ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും പഠിക്കണം. അഥവാ ഔട്ട്പുട്ട് പവറിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ VSIS ആണ്, ഇൻപുട്ട് പവറിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ VP/IP ആണ്. ഇത് മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസും കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫൈൻ. അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ വാട്ട് അവർ മീറ്ററിന്റെ എനർജി കൺസപ്ഷൻ ഓറിയന്റഡ് ആയ ഒരു ഫോർമുലയാണ്. എത്രയാണ് വാട്ട് അവർ മീറ്ററിൽ ഊർജ ഉപയോഗം ഉണ്ടാവുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോർമുലയാണ് നിങ്ങൾ കാണുന്നത്. സോ എന്താണ് ഫോർമുല? പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. ശരിയല്ലേ? പവർ ഇൻറ്റു സമയം ഡിവൈഡഡ് ബൈ 1000. ഇവിടെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആണ്. ഇവിടെ സമയം നമ്മൾ എഴുതേണ്ടത് മണിക്കൂറിലാണ്. മണിക്കൂറിലുള്ള സമയമാണ് നമ്മൾ എഴുതേണ്ടത്. ഒരിക്കലും മിനിറ്റിലോ സെക്കൻഡിലോ നിങ്ങൾ ടൈം എഴുതി വെക്കരുത്. ഹവറിൽ തന്നെ ടൈം എഴുതി വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് അവർ ആയിരിക്കും. ഫൈനൽ ആൻസർ കിട്ടുന്നത് ഏതിലാണ്? കിലോ വാട്ട് അവറിലായിരിക്കും. കാരണം കിലോ വാട്ട് അവർ ആണ് എനർജിയുടെ കമേഴ്ഷ്യൽ യൂണിറ്റ് അഥവാ ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കിലോ വാട്ട് അവർ ആണ്. സോ നമുക്ക് ലഭിക്കുന്ന അവസാന ഉത്തരം ഉറപ്പായും കിലോ വാട്ട് അവറിൽ തന്നെ ആയിരിക്കാം. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് മേജർ ഫോർമുലാസും അവയുടെ ബാക്കി കൺസെപ്റ്റുകളും ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. അതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചാപ്റ്റർ ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സോ അതിനകത്തുള്ള എല്ലാ ഫോർമുലാസും നമ്മളിപ്പോൾ ക്രാക്ക് ചെയ്യാൻ പോവാണ്. സോ ആദ്യം എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അഥവാ രണ്ട് സമതല ദർപ്പണങ്ങൾ ഒരു പെർട്ടിക്കുലർ കോൺ അളവിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവും എന്ന ചോദ്യം. രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ പ്ലേസ് ചെയ്താൽ അവിടെ നമ്പർ ഓഫ് ഇമേജസ് എത്രണ്ണം ഉണ്ടാവും എന്നൊരു ചോദ്യം ഉറപ്പായും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ അത് ഓറിയന്റഡ് ആയ ഒരു ഫോർമുലയാണ്. N = 360 by theta minus 1. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. N = 360 by theta minus 1. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. ഇതെല്ലാവരും പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇവിടെ N കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത്. N = 360 by theta minus 1 എന്ന് പറയുന്നത്. എല്ലാ ചോദ്യ പേപ്പറുകളിലും N തന്നെ കണ്ടുപിടിക്കണമെന്നില്ല. ചില ചോദ്യ പേപ്പറുകളിൽ ആംഗിൾ ചോദിക്കാറുണ്ട്. ചില ചോദ്യ പേപ്പറുകളിൽ ആംഗിൾ ചോദിക്കാറുണ്ട്. സോ ആംഗിൾ ചോദിക്കുന്ന സമയത്തുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ടോപ്പർ സീരീസിനകത്ത് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ടോപ്പർ സീരീസിനകത്ത് A+ ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ ആംഗിൾ കണ്ടുപിടിക്കുക, അതായത് നമ്പർ ഓഫ് ഇമേജസ് നൽകിയിട്ട് ആംഗിൾ കണ്ടുപിടിക്കേണ്ട തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിച്ചതാണ്. സോ ആ ടോപ്പർ സീരീസിലെ A+ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക. ഇവിടെ ജസ്റ്റ് ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. N = 360 by theta minus 1. N = 360 by theta minus 1. തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവാണ്. രണ്ട് പ്ലെയിൻ മിറേഴ്സിനിടയിലുള്ള ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന തീറ്റ എന്ന് പറയുന്നത്. സെറ്റ്, മുന്നോട്ട് പോവാം ഗൈസ്. വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ബന്ധമാണ്. ആറും എഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയുന്നത്. F = r/2. ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും. F = r/2 ആണ്. സോ R = 2F ആണ്. മനസ്സിൽ ഉറപ്പിക്കുക. ഒരു കാര്യം ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ അഥവാ കോൺകേവ് ദർപ്പണമാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. കാരണം റേഡിയസ് ഓഫ് കർവേച്ചർ നെഗറ്റീവ് ആയിരിക്കും. ഒരു കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നെഗറ്റീവ് ആയിരിക്കും. വക്രത ആരം നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഫോക്കൽ ദൂരം നെഗറ്റീവ് ആയിരിക്കുന്നത്. ഇത് കോൺകേവിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി കോൺവെക്സ് ആണെങ്കിലോ, ഒരു കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. അതിന് കാരണം റേഡിയസ് ഓഫ് കർവേച്ചർ പോസിറ്റീവ് ആണ്, അഥവാ വക്രതാരം പോസിറ്റീവ് ആയിരിക്കും. ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഇത് കൂടി മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. ഫൈൻ. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മിറർ ഫോർമുല തന്നെയാണ്. 1/F = 1/U + 1/V. ഇതാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം,
ഈ ഫോർമുല ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ചോദ്യത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. ഈ ഫോർമുല നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലത്തെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഈ ഫോർമുലയിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഒക്കെയാണ് പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. സോ അതിന് നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുലാസ് ഇവ തന്നെയാണ്. ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ UV/U+V ആണ്. ഇമേജ് ഡിസ്റ്റൻസ് അഥവാ പ്രതിബിംബത്തിലോട്ടുള്ള അകലമാണെങ്കിൽ UF/U-F എന്ന് പറയുന്ന ഫോർമുലയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ? സോ ചോദ്യം കാണുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് ഈ ഫോർമുല നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്കിത് മനപ്പാഠം പഠിക്കാൻ പ്രയാസമാണ് എന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഞാൻ പല ലൈവുകളിലും പറഞ്ഞു തന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡിലൂടെ ഡിറൈവേഷൻ പഠിച്ച് ഈ ഫോർമുലയിലോട്ട് എത്തിക്കാം. പക്ഷെ എപ്പോഴും ഡിറൈവ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയാനുള്ളൂ. നേരിട്ട് ഈ ഫോർമുലാസ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒട്ടും സമയം കളയാതെ ഫൈനൽ ആൻസറിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. സെറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈൻ കൺവെൻഷൻ ആണ്, അഥവാ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് മലയാളത്തിൽ പറയും. അഥവാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന് ഏത് സൈൻ കൊടുക്കണം, ഇമേജ് റിയൽ ഇമേജ് ആണെങ്കിൽ അതിന്റെ സൈൻ എന്താണ്, അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തിന്റെ സൈൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിനകത്ത് ഡിസ്കസ് ചെയ്താണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. കാരണം ആ കാര്യത്തിൽ തെറ്റു വരുത്തി കഴിഞ്ഞു വെച്ചാൽ ഈ ഫൈനൽ ആൻസർ ഉറപ്പായും തെറ്റിപ്പോവും. സോ ആ കാര്യങ്ങൾ മനസ്സിനകത്ത് ഉറപ്പിച്ചിട്ട് മാത്രം ഈ ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. സെറ്റ്. അടുത്തതിലോട്ട് കിടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ഫോർമുലയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ് മക്കളെ? നമ്മുടെ ഇമേജിന്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്. പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡ് ബൈ വസ്തുവിന്റെ ഉയരം. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു HI/H0 അല്ലെങ്കിൽ -V/U. ഇതിൽ ഏത് ഫോർമുല വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ രണ്ട് ഉയരവുമുണ്ട്, ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസുമാണ് ഉള്ളത്, പ്രതിബിംബത്തിലോട്ടുള്ള ദൂരവും വസ്തുവിലോട്ടുള്ള ദൂരവുമാണ് ഉള്ളതെങ്കിൽ ഈ ഫോർമുല വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, മിററിന്റെ കേസിൽ, ദർപ്പണത്തിന്റെ കേസിൽ ഇവിടെ മൈനസ് സൈൻ ഉണ്ടാവും. മൈനസ് സൈൻ ഇടാതെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ ഉത്തരം തെറ്റിപ്പോകും. സെറ്റ്. അത് മനസ്സിലാക്കുക. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ചില ചോദ്യ പേപ്പറിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ പറയും. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ പറയും നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് വളരെ നിസ്സാരമായിട്ട് അറിയാം. HI/H0 ഈക്വൽ ടു -V/U ആണ്. അപ്പൊ HI ഈക്വൽ ടു എന്ത് എഴുതാം? -V/U × H0. ഇങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. പരീക്ഷയിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. ഏത് രീതിയിൽ ചോദിച്ചാലും എന്റെ മക്കളെ നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. ഫൈൻ. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വേറെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ അതേ വലിപ്പമായിരിക്കും ഇമേജിനും ഉണ്ടാവുക. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ, ഒന്നിനേക്കാളും കൂടുതലാണെങ്കിലോ അവിടെ ഉണ്ടാവുന്ന ഇമേജ് ലാർജർ ഇമേജ് ആയിരിക്കും, പ്രതിബിംബത്തിന് വലിപ്പം കൂടുതലായിരിക്കും. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിലോ, ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ സ്മോളർ ഇമേജ് ആയിരിക്കും, വലിപ്പം കുറഞ്ഞ പ്രതിബിംബമായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ കാര്യം എല്ലാവരും മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. ചെറുതും വലിപ്പം കുറഞ്ഞുമായിരിക്കും. ഫൈൻ. അടുത്ത മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയലും അതുപോലെ തന്നെ ഇൻവേർട്ടഡുമായിരിക്കും, അഥവാ യഥാർത്ഥവും തലകീഴായിട്ടുള്ളതുമായിരിക്കും. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെയുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വലും ഇറക്റ്റുമായിരിക്കും, മിഥ്യയും നിവർന്നതുമായിരിക്കും. ഈ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. സോ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ഇത്രയും ഫോർമുലാസും ഈ കൺസെപ്റ്റുകളും നിങ്ങൾ മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. അതുപോലെ തന്നെ യൂണിറ്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതാം. ഫൈനൽ ആൻസർ എഴുതുന്ന സമയത്ത് യൂണിറ്റ് ഉറപ്പായിട്ടും ഇടണം, എങ്കിൽ മാത്രമേ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു സെർട്ടൻ ടോപ്പിക് ഓറിയന്റഡ് ആയ വീഡിയോ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യത്തിലുള്ള സൊല്യൂഷനുമായിട്ട് അണ്ണൻ വീണ്ടും വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും നമ്മൾ എന്തായാലും മുന്നോട്ട് പോകും. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മുടെ SSLC യൂട്യൂബ് ചാനലിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തകർത്തു പഠിക്കാം നമുക്ക്. ക്രിസ്മസ് പരീക്ഷയിൽ ഫിസിക്സിൽ മുഴുവൻ മാർക്കും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു മക്കളെ. അതിൽ നിങ്ങൾ ടെൻഷനേ ഇല്ലാതെ കൂളായി തന്നെ ഇരിക്കുക, ഗംഭീരമായിട്ട് പഠിക്കാം മക്കളെ. സോ ലവ് യു ആൾ. ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ടേക്ക് കെയർ.